ഇന്ന് നമ്മൾ 161 മുതൽ 166 വരെയുള്ള ശ്ലോകങ്ങളാണ് കാണുവാൻ പോകുന്നത്. നാമങ്ങൾ 862 മുതൽ 897 വരെ. ഇനിയുള്ള 3 വീഡിയോകളിൽ 6 ശ്ലോകങ്ങൾ വീതമുണ്ടാവും. 161 ശ്ലോകം. കാര്യകാരണ നിർമുക്ത കാമകേളിതരംഗിത കനൽ കനകതാടങ്ക ലീലാവിഗ്രഹധാരിണി. കാര്യകാരണ നിർമുക്ത, കാര്യങ്ങളിൽ നിന്നും കാരണങ്ങളിൽ നിന്നും നിർമുക്തയായവൾ എന്നാണ് ദേവിയെ ഈ നാമം കൊണ്ട് വിശേഷിപ്പിക്കുന്നത്. ദേവി ശുദ്ധ ചൈതന്യമാണ്. മഹത്തത്വം തുടങ്ങിയ സൃഷ്ടിയുടെ ആവിർഭാവം, ലോകങ്ങൾ എന്നിവയാണ് കാര്യങ്ങളെന്ന് പറയുന്നു. മൂലപ്രകൃതി കാരണവും. പ്രപഞ്ചത്തിൽ എല്ലാത്തിനും ഒരു കാരണമുണ്ട്. എന്തെന്നാൽ കാര്യത്തിന് കാരണം അനിവാര്യമാണ്. ദേവി ഇതിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുന്നവളാണ് എന്നാണ് ഇവിടെ അർത്ഥം പറയുന്നത്. കാമകേളി തരംഗിത, കാമേശ്വരനായ ശ്രീ പരമേശ്വരൻ്റെ ലീലകൾക്ക് തരംഗമായവളെന്ന് ദേവിയെ ഇവിടെ വിശേഷിപ്പിക്കുന്നു. ശിവശക്തി സംയോഗം മഹാമൈഥുനമെന്നാണ് അറിയപ്പെടുന്നത്. കനൽ കനക താടങ്ക, താടങ്കമെന്നാൽ കമ്മലുകളെന്ന് പറയാം. പ്രകാശമാനമായ സ്വർണ്ണ കമ്മലുകളോടുകൂടിയവൾ ആണ് ദേവിയെന്ന് പറയുന്നു. ലീലാവിഗ്രഹധാരിണി, ഒരു ലീല പോലെ അനായാസമായി വിവിധ രൂപത്തിൽ ദൃശ്യമാകുന്നവളാണ് ദേവിയെന്ന് അർത്ഥം പറയുന്നു. ഭക്തന്മാരെ അനുഗ്രഹിക്കുവാൻ അവരുടെ ഉപാസനയിലുള്ള രൂപത്തിൽ തന്നെ ദേവി അവരുടെ മനസ്സിൽ പ്രത്യക്ഷമാകുന്നു എന്ന് പറയുന്നു. 162 ശ്ലോകം. അജാക്ഷയ വിനിർമുക്ത മുഗ്ധ ക്ഷിപ്രപ്രസാദിനി അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ. അജ, അജ എന്നാൽ ജനനമില്ലാത്തവൾ എന്നർത്ഥം പറയുന്നു. അതീതമായ നിത്യയായ ദേവിക്ക് ജനനമില്ല. ദേവി ജനിച്ചിട്ടുമില്ല, ജനിക്കുകയുമില്ല എന്നാണ് ഋഗ്വേദ മന്ത്രം ഘോഷിക്കുന്നത് എന്ന് പറയുന്നു. ദേവി സ്വന്തം ഇച്ഛയാൽ പല രൂപത്തിലും അവതരിക്കുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. ക്ഷയവിനിർമുക്ത, ക്ഷയത്തിൽ നിന്ന് മുക്തയായവൾ, ഗൃഹം വിടാതെ തന്നെ മുക്തി നൽകുന്നവൾ എന്നൊക്കെ ഇവിടെ ദേവിയെ വിശേഷിപ്പിക്കുന്നു. ദേവി നിത്യയായതുകൊണ്ട് തന്നെ ദേവിക്ക് ക്ഷയമില്ല എന്ന് മനസ്സിലാക്കാം. ഗൃഹം തുടങ്ങിയ ലൗകിക സുഖങ്ങളിൽ വിരക്തി വരുന്നതിനെയും ക്ഷയമെന്ന് പറയുന്നു. ദേവിക്ക് അതുമില്ല. മുഗ്ധ, ദേവിയെ സുന്ദരാംഗി എന്ന് ഈ നാമം കൊണ്ട് വിശേഷിപ്പിക്കുന്നു. ക്ഷിപ്രപ്രസാദിനി, പെട്ടെന്ന് തന്നെ പ്രസാദിക്കുന്നവളാണ് ദേവി എന്ന് പറയുന്നു. മറ്റു ദേവന്മാരെ ആരാധിച്ചാൽ മുക്തി മെല്ലെ ലഭിക്കുന്നുവെന്നും ദേവിയെ ആരാധിക്കുന്നവർക്ക് വളരെ വേഗം മുക്തി ലഭിക്കുന്നുവെന്നും അർത്ഥമാക്കുന്നു. അന്തർമുഖ സമാരാധ്യ, അന്തരാത്മാവിനെ ധ്യാനിക്കുന്ന ഭക്തർക്ക് ആരാധിക്കുവാൻ യോഗ്യയായവൾ, കുണ്ടലിനി ശക്തി ഉണർത്തി ശിവശക്തി ഐക്യത്താൽ ആരാധിക്കപ്പെടുന്നവൾ എന്നൊക്കെ ദേവിയെ വിശേഷിപ്പിക്കുന്നു. സ്വതവേ മനസ്സും ഇന്ദ്രിയങ്ങളും ബഹിർമുഖങ്ങളാകുന്നു. ഇന്ദ്രിയ നിഗ്രഹം വരുത്തി അവയെ അന്തർമുഖങ്ങളാക്കി ദേവിയെ മാനസപൂജ ചെയ്യുന്നവരുണ്ട്. അവർക്ക് ആരാധിക്കുവാൻ അത്യന്തം യോഗ്യയായവളാണ് ദേവി എന്ന് പറയുന്നു. ദേവി തന്നെയാണ് കുണ്ടലിനി ശക്തി എന്ന് നാം മനസ്സിലാക്കിയതാണല്ലോ. ബഹിർമുഖ സുദുർലഭ, ബഹിർമുഖികൾക്ക് ദുർലഭമായവളാണ് ദേവിയെന്ന് ഇവിടെ പറയുന്നു. മനസ്സ് ചഞ്ചലമാണ്, കാരണം വിഷയസുഖങ്ങളിൽ നിമഗ്നമായിരിക്കുമെന്നതുകൊണ്ട്. മനസ്സും ഇന്ദ്രിയങ്ങളും ബഹിർമുഖികളാണ് എന്ന് നാം കണ്ടതാണല്ലോ. 163 ശ്ലോകം. ത്രയീ ത്രിവർഗനിലയാ ത്രിസ്ഥാ ത്രിപുരമാലിനി നിരാമയാ നിരാലംബ സ്വാത്മാരാമാ സുധാശ്രുതി. ത്രയീ, ഋക്ക്, യജസ്, സാമം എന്നീ 3 വേദങ്ങളുടെ രൂപത്തിലുള്ളവൾ, ശ്രീ പഞ്ചദശാക്ഷരി മന്ത്രത്തിലെ വാഗ്ഭവകൂട ബീജമായവൾ എന്നൊക്കെ ദേവിയെ ഇവിടെ വിശേഷിപ്പിക്കുന്നു. ത്രിവർഗനിലയ, ധർമ്മം, അർത്ഥം, കാമം എന്നിവയെയാണ് 3 വർഗങ്ങളായി പറയുന്നത് എന്ന് നാം കണ്ടതാണ്. ഇങ്ങനെയുള്ളവയിൽ നിലകൊള്ളുന്ന ദേവി തൻ്റെ ഭക്തന്മാർക്ക് ഇവയെ അവരുടെ അർഹത അനുസരിച്ച് നൽകുന്നു. ഭൂതം, വർത്തമാനം, ഭാവി എന്നീ 3 കാലങ്ങളിലും നിത്യയായ ദേവി കുടികൊള്ളുന്നു. ത്രിസ്ഥ, ത്രിപുടി, ത്രിമൂർത്തി, ത്രിഗുണം, ത്രിവർഗം, കാലത്രയം, അവസ്ഥാത്രയം, ശരീരത്രയം, കൂടത്രയം, ശക്തിത്രയം എന്നിങ്ങനെ 3 കണ്ടുവരുന്ന എല്ലാത്തിലും നിലനിൽക്കുന്നവളാണ് ദേവി എന്ന് പറയുന്നു ഇവിടെ. ത്രിപുരമാലിനി, ദേവിയെ ത്രിപുരമാലിനിയുടെ രൂപത്തോടു കൂടിയവളെന്ന് ഈ നാമം കൊണ്ട് വിശേഷിപ്പിക്കുന്നു. ശ്രീചക്രത്തിലെ 6ാമത്തെ ആവരണമാണ് അന്തർദശാര. അതിന് സർവരക്ഷാകര ചക്രം എന്നാണ് പേര്. ഈ ചക്രത്തിലെ 10 ത്രികോണങ്ങളിലും യോഗിനികൾ ദേവിയെ സേവിച്ചുകൊണ്ടിരിക്കുന്നു. സർവജ്ഞ, സർവശക്ത, സർവൈശ്വര്യപ്രദ, സർവജ്ഞാനമയി, സർവവ്യാധിവിനാശിനി, സർവാധാര സ്വരൂപ, സർവപാപഹര, സർവാനന്ദമയി, സർവരക്ഷാസ്വരൂപിണി, സർവേപ്സിതപ്രദ എന്നാണ് ഈ യോഗിനികളുടെ പേരുകൾ. ഇവരെ പൊതുവിൽ നിഗർഭ യോഗിനികൾ എന്ന് വിളിക്കുന്നു.
അവരുടെ അധിഷ്ഠാതൃ ദേവതയാണ് ത്രിപുലമാലിനി എന്ന ദേവി. നിരാമയ, ആമയമെന്നാൽ രോഗം. വാതം, പിത്തം, കഫം എന്നീ ത്രിദോഷങ്ങൾ കോപിക്കുമ്പോഴുണ്ടാവുന്ന രാഗദ്വേഷാദികളാൽ മനസ്സിനും രോഗങ്ങളുണ്ടാകുന്നു. ദേവി ശക്തിസ്വരൂപിണിയാണ് എന്നതിനാൽ ദേവിയെ ഇത്തരത്തിലുള്ള വ്യാധികൾ ബാധിക്കില്ല. അതുകൊണ്ട് ദേവിയെ നിരാമയ, ആമയങ്ങളോട് കൂടാത്തവളെന്ന് വിശേഷിപ്പിക്കുന്നു. നിരാലംബ, ആലംബമെന്നാൽ ആശ്രയം. ദേവിയാണ് എല്ലാറ്റിനും ആശ്രയം എന്നതിനാൽ ദേവിക്ക് ആലംബമായി ഒന്നും തന്നെ ഇല്ല എന്ന് ഈ നാമം കൊണ്ട് അർത്ഥമാക്കുന്നു. സ്വാത്മാരാമ, സ്വന്തം ആത്മാവിനെ സ്വന്തമായി തന്നെ ദർശിച്ച് രമിക്കുന്നവൾ, ക്രീഡിക്കുന്നവൾ എന്നൊക്കെ ദേവിയെ ഇവിടെ വിശേഷിപ്പിക്കുന്നു. ദേവിയല്ലാതെ വേറെ മറ്റൊന്നുമില്ല, ദേവിക്ക് കൂട്ടുകാരുമില്ല. അതുകൊണ്ട് സ്വാത്മാരാമ. സുധാശ്രുതി, സുധ എന്നാൽ അമൃത്, ശ്രുതി എന്നാൽ പ്രവാഹം. അമൃതിൻ്റെ പ്രവാഹമായവൾ എന്നാണ് ഈ നാമത്തിൻ്റെ അർത്ഥം. ദേവി തൻ്റെ ഭക്തന് തൻ്റെ കടാക്ഷത്താൽ കുണ്ടലിനി ശക്തിയെ ഉണർത്തിക്കൊടുക്കുന്നു. അത് ഷഡാധാര ചക്രങ്ങളെയും ഭേദിച്ച് സഹസ്രാരത്തിലുള്ള ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് അമൃതധാര ഉണ്ടാക്കുന്നുവെന്ന് അർത്ഥം പറയുന്നു. അങ്ങനെ അമൃതവർഷം കൊണ്ട് ചക്രങ്ങളിലുള്ള ഡാകിനി തുടങ്ങിയ ശക്തികളെ തൃപ്തിപ്പെടുത്തുന്നതിന് പുറമെ ഉപാസകൻ്റെ നാഡീമണ്ഡലം മുഴുവൻ പ്രവഹിച്ച് ആനന്ദത്തിൽ ആറാടിക്കുന്നു. 164 ശ്ലോകം. സംസാരപങ്കനിർമ്മഗ്ന സമുദ്ധരണ പണ്ഡിത യജ്ഞപ്രിയ യജ്ഞകർത്തൃ യജമാനസ്വരൂപിണി. സംസാരപങ്ക നിർമ്മഗ്ന സമുദ്ധരണ പണ്ഡിത. പങ്കമെന്നാൽ ചെളിക്കുണ്ട് എന്ന് പറയുന്നു. സംസാരമെന്നാൽ ലൗകിക സുഖങ്ങൾ. സംസാരത്തിനെ, ലൗകിക സുഖങ്ങളെ ഒരു ചെളിക്കുണ്ടായി വ്യാഖ്യാനിക്കുന്നു. സംസാരമായ ചെളിക്കുണ്ടിൽ നിമഗ്നമായിരിക്കുന്ന മനുഷ്യജന്മങ്ങളെ സമുദ്ധരിക്കുന്നതിൽ വിദഗ്ധയായവളെന്നാണ് ദേവിയെ ഈ നാമം കൊണ്ട് വിശേഷിപ്പിക്കുന്നത്. യജ്ഞപ്രിയ, യജ്ഞം പ്രിയമുള്ളവളാണ് ദേവിയെന്ന് ഈ നാമം കൊണ്ട് അർത്ഥമാക്കുന്നു. യജ്ഞം വിഷ്ണുവാണ് എന്നതിനാൽ വിഷ്ണുവിനോട് പ്രിയമുള്ളവളെന്നും വിശേഷിപ്പിക്കാം. വിഷ്ണുവിൻ്റെ സഹോദരിയാണ് ദേവിയെന്ന് നാം നേരത്തെ കണ്ടതാണല്ലോ. യജ്ഞകർത്തൃ, യജ്ഞങ്ങൾ ചെയ്യുന്നവളെന്ന് ദേവിയെ ഇവിടെ വിശേഷിപ്പിക്കുന്നു. യജ്ഞങ്ങൾ നടത്തുന്ന വൈദികർക്ക് ഒരു പിഴവുമില്ലാതെ അത് നടത്തുവാൻ ദേവിയുടെ സഹായം ആവശ്യമാണെന്നും അത് ദേവി വേണ്ട വിധത്തിൽ നടത്തിക്കൊടുക്കുന്നുവെന്നും അർത്ഥം വരുന്നു. യജമാനസ്വരൂപിണി, യാഗങ്ങൾ നടത്തുവാൻ വ്രതമെടുത്ത ആളാണ് യജമാനൻ. യജമാനനോടൊപ്പം അദ്ദേഹത്തിൻ്റെ പത്നിയും വ്രതമെടുക്കണം. ശിവന് ദീക്ഷിതൻ, അതായത് യജ്ഞം നടത്തുന്ന യജമാനൻ എന്ന് പേരുണ്ട്. ആ സമയം ധർമ്മപത്നിയെ ദീക്ഷ എന്ന് പറയും. പുത്രനെ സന്താനമെന്നും പറയുന്നു. ദേവിയെ യജമാനൻ്റെ സ്വരൂപത്തോടു കൂടിയവളെന്ന് വിശേഷിപ്പിക്കുന്നു. 165 ശ്ലോകം. ധർമാധാര ധനാധ്യക്ഷ ധനധാന്യവിവർദ്ധിനി വിപ്രപ്രിയ വിപ്രരൂപ വിശ്വഭ്രമണകാരിണി. ധർമാധാര, ധർമ്മത്തിന് ആധാരമായവളാണ് ദേവി എന്ന് പറയുന്നു. ധനാധ്യക്ഷ, ധനത്തിന് സ്വാമിനിയാണ് ദേവിയെന്ന് വിശേഷിപ്പിക്കുന്നു. എല്ലാ സമ്പത്തും ദേവിയുടേതായതിനാൽ ദേവി ധനാധ്യക്ഷയാണ്. ദേവി അത് എല്ലാവർക്കും അർഹതയനുസരിച്ച് നൽകുന്നു. ധനധാന്യ വിവർദ്ധിനി, ധനത്തെയും ധാന്യത്തെയും വർദ്ധിപ്പിക്കുന്നവളെന്ന് ദേവിയെ വിശേഷിപ്പിക്കുന്നു. വിപ്രപ്രിയ, വിപ്രന്മാരോട് പ്രിയമുള്ളവളാണ് ദേവിയെന്ന് വർണ്ണിക്കുന്നു. വേദങ്ങൾ, വേദാംഗങ്ങൾ, ശാസ്ത്രങ്ങൾ എന്നിവ പഠിച്ച് അവയിലെ വിധിപ്രകാരം ജീവിക്കുന്നവരാണ് വിപ്രന്മാരെന്ന് പറയുന്നു. അവർ ദേവിയുടെ ആജ്ഞകൾ ശ്രദ്ധയോടെ അനുസരിക്കുന്നതിനാൽ അവരെ ദേവിക്ക് വളരെ ഇഷ്ടമാണ്. വിപ്രരൂപ, ഈ നാമത്തിന് വിപ്രന്മാരുടെ രൂപത്തോടു കൂടിയവൾ, വിപ്രന്മാരാൽ നിരൂപിക്കപ്പെടുന്നവൾ, വിപ്രന്മാരെ രൂപപ്പെടുത്തുന്നവൾ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നു. വിശ്വഭ്രമണകാരിണി, വിശ്വങ്ങൾ എന്നാൽ ബ്രഹ്മാണ്ടങ്ങളെന്നും ഭ്രമണം ചെയ്യിക്കുക എന്നാൽ സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നിവ നടത്തുക എന്നും അർത്ഥമെടുക്കണം. ദേവിയാണ് ഇതെല്ലാം നടത്തുന്നത് എന്ന് നാം മനസ്സിലാക്കിയതാണല്ലോ. വിശ്വമെന്നാൽ വിഷ്ണു എന്നും പറയുന്നു. വിഷ്ണു സഹസ്രനാമത്തിലെ ആദ്യത്തെ നാമം തന്നെ വിശ്വം എന്നാണല്ലോ. അപ്പോൾ ദേവിയെ വിഷ്ണുവിനെ ഭ്രമിപ്പിക്കുന്നവളെന്നും പറയാം. 166 ശ്ലോകം. വിശ്വഗ്രാസ വിദ്രുമാഭ വൈഷ്ണവി വിഷ്ണുരൂപിണി അയോനിര്യോനി നിലയ കൂടസ്ഥാകുളരൂപിണി. വിശ്വഗ്രാസ, വിശ്വങ്ങളെ ഗ്രസിക്കുന്നവൾ അല്ലെങ്കിൽ ഉള്ളിലൊതുക്കുന്നവൾ എന്ന് ദേവിയെ ഇവിടെ വിശേഷിപ്പിക്കുന്നു. സ്ഥാവര ജംഗമങ്ങളെല്ലാം അടങ്ങുന്ന ലോകങ്ങൾ മുഴുവനും ഉൾക്കൊള്ളുന്ന വിശ്വത്തെ മഹാകൽപ്പാവസാനത്തിൽ ദേവി തൻ്റെ ഉള്ളിൽ ഒതുക്കുന്നു എന്ന അർത്ഥം പറയുന്നു. വിദ്രുമാഭ, വിദ്രുമമെന്നാൽ പവിഴമെന്നും ആഭ എന്നാൽ ശോഭ എന്നും അർത്ഥം വരുന്നതിനാൽ ദേവിയെ ഇവിടെ പവിഴത്തിൻ്റെ ശോഭ പോലെ ശോഭയോടുകൂടിയവളെന്ന് വിശേഷിപ്പിക്കുന്നു. വൈഷ്ണവി, വിഷ്ണുവിനെ സംബന്ധിച്ചവൾ ആരോ അവൾ വൈഷ്ണവി.
ദേവി വിഷ്ണുവിൻ്റെ സഹോദരിയാണല്ലോ. ദുർഗാ സപ്തശതിയിലെ നാരായണീ സ്തുതിയിൽ ശംഖ്, ചക്രം, ഗദ, ശാർങ്കം എന്ന വില്ല് എന്നീ ആയുധങ്ങൾ ധരിച്ച വൈഷ്ണവി രൂപത്തിലുള്ള ദേവിയെക്കുറിച്ചുള്ള മന്ത്രമുണ്ട്. സപ്തമാതൃക്കളിൽ വൈഷ്ണവിയും ഉൾപ്പെടുന്നു. വിഷ്ണു രൂപിണി, ദേവിയെ ഇവിടെ വിഷ്ണുവിൻ്റെ രൂപത്തിലുള്ളവളെന്ന് വിശേഷിപ്പിക്കുന്നു. അയോനിർ യോനി നിലയ, ഈ നാമം രണ്ടായി മനസ്സിലാക്കണം. അയോനി എന്നും യോനി നിലയ എന്നും. അയോനി, യോനി എന്ന പദത്തിന് ഇവിടെ കാരണമെന്ന് അർത്ഥമെടുക്കുന്നു. ദേവി എല്ലാ കാലത്തുമുള്ള ബ്രഹ്മസ്വരൂപിണിയാണ്. അതുകൊണ്ട് തന്നെ യാതൊരു കാരണവുമില്ലാത്തവളാണ് എന്ന് പറയുന്നു. ആ, യോനി എന്നിങ്ങനെ പദം മുറിച്ചാൽ ആ എന്നതിന് വിഷ്ണു എന്ന അർത്ഥമെടുക്കാം. അപ്പോൾ ദേവിയെ വിഷ്ണുവിൻ്റെ ഉത്ഭവസ്ഥാനമായവൾ, വിഷ്ണുമാത എന്നൊക്കെ വിശേഷിപ്പിക്കാം. യോനി എന്നതിന് ഇരിപ്പിടമെന്നും അർത്ഥമുണ്ടത്രേ. അപ്പോൾ പ്രത്യേകിച്ച് ഒരു ഇരിപ്പിടവുമില്ലാത്തവളാണ് ദേവി എന്ന് കാണാം. സർവ്വവ്യാപിയായ ദേവിക്ക് പ്രത്യേകിച്ച് ഇരിപ്പിടത്തിൻ്റെ ആവശ്യമില്ല. യോനി നിലയ, യോനിയായും നിലയമായുമുള്ളവളാണ് ദേവി എന്ന് ഈ നാമം അർത്ഥമാക്കുന്നു. യോനിക്കിവിടെ ഉൽപ്പത്തി സ്ഥാനമെന്നും നിലയം എന്നതിന് സ്ഥിതി ചെയ്യുന്ന സ്ഥാനമെന്നും അർത്ഥമെടുക്കുന്നു. മൂലപ്രകൃതി മുതൽ ലോകങ്ങളുടെയെല്ലാം സൃഷ്ടി നടത്തി ഒടുവിൽ അവയെ തന്നിൽ തന്നെ ലയിപ്പിക്കുന്നു ദേവി. യോനി എന്നതിനെ ശ്രീചക്രത്തിലെ കേന്ദ്ര ത്രികോണമെന്നെടുക്കുകയാണെങ്കിൽ ദേവി അതിൽ ബിന്ദുരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവളാണ് എന്നും കാണാം. കൂടസ്ഥ, കൂടത്തിൽ സ്ഥിതി ചെയ്യുന്നവളാണ് ദേവി എന്ന് ഇവിടെ വിശേഷിപ്പിക്കുന്നു. കൂടമെന്നതിന് സമൂഹമെന്ന അർത്ഥമെടുത്താൽ ദേവി എണ്ണമറ്റ പ്രപഞ്ചങ്ങൾക്ക് ആധാരമായവളാണ് എന്ന് പറയാം. പഞ്ചദശാക്ഷരി മന്ത്രത്തിൽ വാഗ്ഭവകൂടം, മധ്യകൂടം, ശക്തികൂടം എന്നിങ്ങനെയുള്ള 3 കൂടങ്ങളിലും സ്ഥിതി ചെയ്യുന്നവളാണ് ദേവി. കുളരൂപിണി അല്ലെങ്കിൽ കുലരൂപിണി, കുലത്തിന് പല അർത്ഥങ്ങളുമുണ്ട് എന്ന് നാം നേരത്തെ കണ്ടതാണ്. കുലം രൂപമായിട്ടുള്ളവളാണ് ദേവിയെന്ന് ഇവിടെ വിശേഷിപ്പിക്കുന്നു. കവളമാർഗത്തിന് കുലമെന്ന് പറയുന്നു. ബാഹ്യപൂജയാണ് ഈ മാർഗം. അതിൻ്റെ രൂപത്തോടു കൂടിയവളാണ് ദേവിയെന്ന് പറയുന്നു. 166 ശ്ലോകങ്ങളും 897 നാമങ്ങളും കഴിഞ്ഞു. ഇനി നമുക്ക് ഇന്നത്തെ 6 ശ്ലോകങ്ങൾ ചൊല്ലാം. കാര്യകാരണ നിർമുക്ത കാമകേളി തരംഗിത കനൽ കനകതാടങ്ക ലീലാവിഗ്രഹധാരിണി അജാക്ഷയ വിനിർമുക്ത മുഗ്ധ ക്ഷിപ്രപ്രസാദിനി അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ ത്രയീ ത്രിവർഗനിലയ ത്രിസ്ഥ ത്രിപുരമാലിനി നിരാമയാ നിരാലംബ സ്വാത്മാരാമാ സുധാശ്രുതി സംസാരപങ്കനിർമഗ്ന സമുദ്ധരണ പണ്ഡിത യജ്ഞപ്രിയ യജ്ഞകർत्री യജമാനസ്വരൂപിണി ധർമാധാര ധനാധ്യക്ഷ ധനധാന്യവിവർദ്ധിനി വിപ്രപ്രിയ വിപ്രരൂപ വിശ്വഭ്രമണകാരിണി വിശ്വഗ്രാസ വിദ്രുമാഭ വൈഷ്ണവി വിഷ്ണുരൂപിണി അയോനിര്യോനി നിലയ കൂടസ്ഥാ കുളരൂപിണി. അടുത്ത 6 ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം.